everyone, welcome back to Silent Learning. It's me, Jamshad. Today we are going to know how to read English like a topper. ഒരു ടോപ്പറിനെ പോലെ ഒരു പ്രോ ലൈക്ക് ഇംഗ്ലീഷ് റീഡർ ആവാൻ നമുക്ക് എന്ത് ചെയ്യണം? എസ്പെഷ്യലി ഫോർ ദ 8th സ്റ്റാൻഡേർഡ് 8 CBSE വിദ്യാർത്ഥികൾക്കാണ് ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് നമ്മൾ മെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോ അവസാനം വരെ കാണുക. സോ ഇതുപോലത്തെ ധാരാളം നിങ്ങൾക്ക് നിങ്ങളുടെ 8th CBSE റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നമ്മൾ നേരെ പോകുന്നു ദ സ്മാർട്ട് ടിപ്സ് to read like a ടോപ്പർ, ഇംഗ്ലീഷ് ലൈക്ക് എ ടോപ്പർ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വരുന്ന നിങ്ങളുടെ നെക്സ്റ്റ് എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഇൻ കേസ് ചിലപ്പോൾ CBSE സിലബസ് മാത്രം ഫോളോ ചെയ്യുന്ന സ്കൂളുകളായിരിക്കില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു ടിപ്സ് ഒരു കോമൺ ടിപ്സ് ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുക. ഈ ഒരു ടിപ്സ് 8ാം ക്ലാസ്സിലേക്ക് വേണ്ടി മാത്രം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത വരുന്ന 9th സ്റ്റാൻഡേർഡിലും 10th സ്റ്റാൻഡേർഡിലും ഒക്കെ ഒരു ഇംഗ്ലീഷ് റീഡർ, ഒരു ടോപ്പർ ലെവലിലേക്ക്, ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക്, ഒരു പ്രോ റീഡർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. റെഡിയാണല്ലോ? നോക്കാം. ദ ഫസ്റ്റ് വൺ, ആക്ച്വലി നമ്മുടെ ബുക്ക് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നോ യുവർ ബുക്സ് വെൽ. നമ്മുടെ ബുക്സ് ഏതൊക്കെയാണ്, നമ്മുടെ സിലബസ് ഏതാണെന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ. ഇത് 9ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് 9th സിലബസ് ഏതാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലായിരിക്കണം. നമുക്ക് ഹണി ഡ്യൂ എന്ന് പറയുന്ന മെയിൻ റീഡർ ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് സോ ഹാപ്പൻഡ് എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്ററി റീഡർ ഉണ്ട്. ഇതിലെ ചാപ്റ്റേഴ്സ് മാത്രമാണോ നമ്മുടെ സിലബസ്? നോ. അതിൻ്റെ പുറമെ നമുക്ക് ഗ്രാമർ ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസ് നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള റൈറ്റിംഗ് സ്കിൽസും ഉണ്ട്. ആക്ച്വലി ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് നമ്മുടെ ലിറ്ററേച്ചർ പാർട്ടിൽ നിന്നാണെങ്കിലും അതിൽ നിന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻ വരിക, നമ്മുടെ ഗ്രാമറിൽ നിന്നും റൈറ്റിംഗിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമ്മളെല്ലാം പ്രിപ്പയർ ആയിരിക്കണം, അതും കൂടി പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് കം ഫ്രം ഈച്ച്. ഓരോ ചാപ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് എന്ന് എങ്ങനെ മനസ്സിലാകും? യെസ്, വി ക്യാൻ ചെക്ക് ഫോർ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. കഴിഞ്ഞ വർഷം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നുള്ളത് PYQ ചെക്ക് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അതായത് അല്ലെങ്കിൽ പൊതുവെ കോമൺ ആയിട്ട് വരുന്ന ഓരോ ചാപ്റ്ററിനും ഈ ഒരു ചാപ്റ്ററിന് ഇന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രാക്ടീസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. റീഡ് വിത്ത് ക്യൂരിയോസിറ്റി. ഇനിയാണ് നേരെ നമ്മൾ റീഡിംഗ് ടിപ്സിലേക്ക് പറയാൻ പോകുന്നത്. ക്യൂരിയോസിറ്റിയോട് കൂടി വായിക്കണം. നമ്മളിപ്പോൾ ഒരു ഫിലിം കാണുകയാണെങ്കിൽ ആ ഫിലിമിൻ്റെ അവസാനം അതിൻ്റെ ക്ലൈമാക്സ് എന്താവും എന്നുള്ളതിനെ പറ്റി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അതുപോലെ ഇതൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം, ഇത് വെറുതെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നതിലുപരി, ഇഫ് യു want to read like a topper, read like a pro, you have to read with curiosity. Okay, don't just read for exams. എക്സാമിന് വേണ്ടി വായിക്കരുത്. read to enjoy the story, message upon. നമ്മൾ കവിതയും അതുപോലെ തന്നെ അതിൽ നിന്ന് എന്ത് മെസ്സേജ് ആണ് കിട്ടുന്നത്, അതിൻ്റെ മോറൽ എന്താണ്, ആ സ്റ്റോറി എന്താണെന്നുള്ളത് എൻജോയ് ചെയ്തുകൊണ്ട് വായിക്കുക, അറിയാനുള്ള ആഗ്രഹത്തോട് വായിക്കുക. ആൻഡ് മെയിൻ പോയിന്റ്, ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ചിലപ്പോൾ ഫിലിം കാണുന്ന സമയത്ത് ഫോഴ്സ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, പക്ഷേ റീഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു എൻഡ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും, ഇതിൽ ക്യാരക്ടർ ആരാണ്, ഇതിനാരാണ്, ചിലപ്പോൾ കണക്ഷൻ വിട്ടു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വാട്ട് ഈസ് ഹാപ്പനിങ്, വൈ ഡു ദ ക്യാരക്ടർ ഡു ദിസ്, വാട്ട് ലെസൺ ക്യാൻ ഐ ലേൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് എന്തൊരു ലെസൺ ആണ് നമുക്ക് നേടാനുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ എന്താക്കാൻ നന്നായി ചിന്തിക്കുക. 3rd പോയിന്റിലേക്ക് പോവുകയാണ്. നോക്കിക്കോ. ബ്രേക്ക് ഇറ്റ് ഡൗൺ. റീഡ് സ്മോൾ സെക്ഷൻസ് ഓഫ് എ ചാപ്റ്റർ. ഒരു ചാപ്റ്ററിനെ 3-4 സെക്ഷൻ ആക്കിയിട്ട് നിങ്ങൾ വായിക്കാം. ഓക്കെ, ഒറ്റയടിക്ക് ഒരു ചാപ്റ്റർ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു ചാപ്റ്ററിനെ 4-5 പീരീഡുകളായിട്ടായിരിക്കും നിങ്ങൾ സ്കൂളിൽ എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കുക, just break it down. After reading, try to say it in your own words. നിങ്ങളിപ്പോൾ ഒരു പോർഷൻ കഴിഞ്ഞു, ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു പാർട്ട് നമ്പർ 1, ഒരു വലിയൊരു സ്റ്റോറി ഒരു 3 പാർട്ടാക്കി അതിൽ പാർട്ട് 1 നമ്പർ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ പറയാം. ഓക്കെ, എന്താണ് ഈ ഒരു വായിച്ചതിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജസ്റ്റ് പറയാം. ദിസ് ഹെൽപ്സ് യു റിമെമ്പർ ഇറ്റ് ബെറ്റർ. അത് നിങ്ങളെ കുറച്ചുകൂടി നല്ല രീതിയിൽ അത് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്യുന്ന സമയത്ത് അത് വേറെ തന്നെ രൂപമാണ്. ഒരു ചാപ്റ്ററിന് സമ്മറി എവിടെന്നെങ്കിലും കിട്ടുന്നത് സൈലന്റ് തന്നെ തരും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമ്മറികളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പക്ഷേ അതിനേക്കാൾ യൂസ്ഫുൾ ആകുന്നത് നിങ്ങൾ സ്വന്തമായിട്ടൊരു സമ്മറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വായിച്ചതിന് ശേഷം അതിൻ്റെ പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ
That's gonna be the super useful for your upcoming examination. Highlight important points. Important points ഒക്കെ ഹൈലൈറ്റ് ചെയ്തൊക്കെ നമ്മളിപ്പോൾ ചാപ്റ്റർ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് അതിലെ പുതിയ വേർഡ്സ്, അതുപോലെ തന്നെ കീ ലൈന്, അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജുകൾ, ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഓർ ക്യാരക്ടർ ട്രെയ്റ്റ്സ് ഒക്കെ, ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ഹൈലൈറ്റ് ചെയ്താൽ പറ്റും. അതല്ല, ഹൈലൈറ്റർ ഇല്ലെങ്കിൽ ഒരു പെൻസിലെടുത്ത് അണ്ടർലൈൻ ചെയ്തെങ്കിലും വെക്കാൻ പറ്റും. അതൊക്കെ ചെയ്തിടുക. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. കീപ്പ് എ സ്മോൾ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്. ഈ റീഡിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾ സ്പെഷ്യലായിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു ഇംഗ്ലീഷ് നോട്ട്ബുക്ക്, ഇംഗ്ലീഷ് ടെക്സ്റ്റിന് നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കും. അതിൻ്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറമേ പറ്റുകയാണെങ്കിൽ ഒരു റഫ് ബുക്ക്. ഓക്കെ, റഫ് ബുക്ക് മീൻസ് അത് പുതിയ ബുക്ക് തന്നെ ആണോന്നില്ല, കഴിഞ്ഞ വർഷം നിങ്ങൾ യൂസ് ചെയ്തതിൻ്റെ കുറച്ച് പേജസ് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ബുക്ക് എടുത്താലും മതി, ഏതായാലും. ബട്ട് യു ക്യാൻ ബൈ ന്യൂ തിങ്സ്, ഇറ്റ്സ് ഓക്കെ, ന്യൂ ബുക്ക്, ഇറ്റ്സ് ഓക്കെ. ഏതായാലും എടുക്കുക. എന്നിട്ട് അതൊരു റീഡിംഗ് ബുക്ക് എന്നിട്ട് അതിന് എഴുതി കൊടുക്കുക. എന്നിട്ട് ചാപ്റ്ററിൻ്റെ സമ്മറീസ് സിമ്പിൾ വേർഡിൽ നിങ്ങൾക്ക് മനസ്സിലായി, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഉണ്ടായിരിക്കുക. ന്യൂ വേർഡ്സ് വിത്ത് മീനിങ്, ഓരോ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഓരോ പോർഷനിലെയും പുതിയ വേർഡ്സുകൾ നിങ്ങൾക്ക് കിട്ടി ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. ക്യാരക്ടേഴ്സ് പൊതുവേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി വെക്കാറുണ്ട്. പക്ഷേ അത് ടെക്സ്റ്റ് ബുക്കിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ എക്സാക്റ്റ് മീനിങ് ചിലപ്പോൾ മലയാളത്തിൽ നമ്മൾ എഴുതി വെക്കും, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ തന്നെ കുഞ്ഞു മീനിങ് എഴുതി വെക്കും. കുറച്ച് ഡിഫൈൻ ചെയ്തുള്ള മീനിങ് നമുക്ക് എവിടെ എഴുതാൻ പറ്റും, നോട്ട് ബുക്കിൽ എഴുതാൻ പറ്റും. ക്യാരക്ടേഴ്സ് ആൻഡ് വാട്ട് ദാറ്റ് ഡിഡ്, ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും നമുക്ക് എന്താക്കാൻ പറ്റും, ക്യാരക്ടർ സ്കെച്ച് ഒക്കെ എഴുതുന്നത് പോലെ നമുക്ക് എന്താക്കാൻ പറ്റും, അതിൽ എഴുതി വെക്കാൻ പറ്റും. സോ നിങ്ങളെ എക്സാമിൻ്റെ തലേന്ന് ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ, ഇറ്റ്സ് ഗonna be like a gem, ഒരു ജം പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അത് കാരണം ആ ഒരൊറ്റ ബുക്ക് വായിക്കുന്നതോട് കൂടിയിട്ട് കംപ്ലീറ്റ് സ്റ്റോറി നിങ്ങളുടെ മൈൻഡിലേക്ക് തിരിച്ച് കിളി വരും. ഓക്കെ, പോയറ്റിക് ഡിവൈസസ്, ഒരു പോയത്തിലെ പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് ഓർമ്മിച്ച് വെക്കണം. അത് റിലേറ്റഡ് ആയിരിക്കും 8ാം ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ഒരു പോയത്തിൻ്റെ ടോണ്, ആ പോയത്തിൻ്റെ റൈമിംഗ് സ്കീം, അങ്ങനെ തുടങ്ങിയ അതിലുള്ള അലിട്രേഷൻസ്, സിമിലി, അങ്ങനെ തുടങ്ങിയിട്ട് പല പോയറ്റിക് ഡിവൈസും നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തരാറുണ്ട്. ഒരു പോയത്തിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ തന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാൻസ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് വൺ, റീഡ് അലൗഡ്. ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണ്. പക്ഷേ പൊതുവേ സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാവും എന്നുള്ളതാണ്. വായിക്കാൻ വേണ്ടിയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുക, ബാക്കിയുള്ളവർക്ക് ശല്യമില്ലാതിരിക്കുക. ഓക്കെ, റീഡ് അലൗഡ്. റീഡ് പോംസ് ആൻഡ് ഡയലോഗ്സ് അലൗഡ്. ഉറക്കെ ഡയലോഗുകൾ പറയാം. അത് മാത്രമല്ല, ഹെൽപ്സ് ഇംപ്രൂവ് യുവർ സ്പീക്കിംഗ് സ്കിൽ, പ്രൊനൗൺസിയേഷൻ, കോൺഫിഡൻസ് ഇങ്ങ് വർദ്ധിക്കും. മറ്റൊന്ന്, നിങ്ങൾക്ക് ഇനി ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയിൽ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് അവൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ അവൾ പറയുന്നത് പോലെ ജസ്റ്റ് ആക്ട് ചെയ്യാൻ പറ്റും. ഗോ ദെയർ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു പിച്ച് കൂട്ടിയിട്ടും അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടുള്ള ഏതെങ്കിലും ഡയലോഗ് ഉണ്ടെങ്കിൽ ഐ എം റിയലി സോറി എന്ന് പറയുന്ന സമയത്ത് ഐ എം റിയലി സോറി എന്ന് വായിക്കാതെ ഐ എം റിയലി സോറി എന്നെന്തൊക്കെ ആ ഒരു ആക്ഷനോട് കൂടി നിങ്ങൾ വായിക്കുകയാണെങ്കിൽ യു ഗൈസ് ആർ ലിവിങ് ഇൻ ദാറ്റ് സ്റ്റോറി. നിങ്ങൾ ആ സ്റ്റോറിയിൽ ജീവിക്കുകയാണ് ഗൈസ്. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെവർ ഗോണ ഫർഗെറ്റ് ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. നെക്സ്റ്റ് വൺ, ലേൺ പോയറ്റിക് ഡിവൈസസ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി പോയറ്റിക് ഡിവൈസ് ഒക്കെ എഴുതി വെക്കാൻ ബുക്ക് വേണം. അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസ് ഒക്കെ അറിഞ്ഞിരിക്കണം. നോ സിമ്പിൾ വൺസ് ലൈക്ക് റൈം, സിമിലി, റിപ്പീറ്റേഷൻ, പെർസോണിഫിക്കേഷൻ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ട്രൈ ടു സ്പോട്ട് ദം ഇൻ ദ പോം ആൻഡ് നോ വൈ ദേ ആർ യൂസ്ഡ്. എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്തത് എന്നുള്ളതും അതിനെ പറ്റിയുള്ള മറ്റ് എക്സാമ്പിൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താക്കാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എവിടെ ഏതൊരു പോയറ്റിക് ഡിവൈസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, ഓൾറെഡി നമ്മൾ പോയറ്റിക് ഡിവൈസ് ഒക്കെ ചെറുതായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ചാപ്റ്ററിൽ എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എക്സാമിന് വരുന്ന സമയത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിൽഡ് യുവർ വൊക്കാബ്സ്. നിങ്ങളുടെ വൊക്കാബുലറി നിങ്ങൾ ബിൽഡ് ചെയ്യുക. എങ്ങനെ നമ്മുടെ വൊക്കാബ്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം? റൈറ്റ് ഡൗൺ 3 to 5 ന്യൂ വേർഡ്സ് ഫ്രം ഈച്ച് ലെസൺ. ഓരോ പാഠത്തിൽ നിന്നും ഷുവറായിട്ടും 10-15 വേർഡുകൾ ചിലപ്പോൾ കിട്ടും. അതിൽ മിനിമം ഒരു 3 to 5 ന്യൂ വേർഡ്സ് നിങ്ങൾ എന്താക്കുക. പക്ഷേ നിങ്ങളുടെ ആ ഒരു അബിലിറ്റി, ഓരോരുത്തരുടെ അബിലിറ്റി വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ കംപ്ലീറ്റ് അറിയുന്നവരുണ്ടായിരിക്കും. എന്നിരുന്നാലും ഒരു 3 to 5 ന്യൂ വൊക്കാബ്സ് നമുക്ക് കിട്ടല്ലോ, അത് എഴുതി വെക്കുക. മേക്ക് യുവർ ഓൺ സിമ്പിൾ സെൻറ്റൻസ് വിത്ത് ദം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, നിങ്ങളിപ്പോൾ ഒരു ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് കിട്ടും. എന്നതല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു മീനിങ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് നെസസറി. ഓക്കെ, റിവ്യൂ ദം ഓഫൺ. ഇടയ്ക്കിടയ്ക്ക് എന്താക്കുക, വായിച്ചു വെക്കുക. നിങ്ങളത് റിമൈൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മുടെ മൈൻഡിലേക്ക് അത് പേസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് അവിടെ ഒട്ടിച്ച് വെക്കുക. യെസ്, നെക്സ്റ്റ് വൺ. ഓക്കെ, അതായത് ബ്രെയിനിൽ ഒട്ടിക്കുക. മീൻസ് ആക്ച്വലി ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ട് എന്നേക്ക് അത് ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ നിങ്ങളുടെ സ്വന്തം ഒരു എക്സാമ്പിൾ കൂടി. നമ്മളിപ്പോൾ ഒരു ക്യൂരിയോസിറ്റി എന്നുള്ളൊരു വേർഡ് പഠിച്ചു. ഓക്കെ, ആ ക്യൂരിയോസിറ്റി എന്നുള്ള വേർഡ് വെച്ചിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ നിന്നുള്ളൊരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ എന്താക്കുക, ഒരു എക്സാമ്പിളും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ
Okay, that would stick there. Solve NCERT and extra questions. NCERTൻ്റെ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, PYQ ഒക്കെ ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഫ്രം റെഫറൻസ് ബുക്ക് ലൈക്ക് BBC ടുഗദർ വിത്ത് തുടങ്ങിയിട്ടുള്ള കുറേ സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിൽ നിന്നൊക്കെ എന്താക്കാം, അതുപോലത്തെ ബുക്കുകളുണ്ട്, ആ ഗൈഡുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് not perfect, it's we will get improvement ആണ് പ്രാക്ടീസ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അവസാനം പെർഫെക്റ്റ് ആവുകയും ചെയ്യും. ഡോണ്ട് മഗ് അപ്പ്, അണ്ടർസ്റ്റാൻഡ് ദ വൈ. വെറുതെ ഇങ്ങനെ വാരി വലിച്ച് വായിക്കുക. നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു, മൊത്തത്തിൽ ഒറ്റ സമയം കൊണ്ട് വായിച്ച് തീർക്കുക അല്ലെങ്കിൽ വെറുതെ അങ്ങനെ വായിച്ച് തീർക്കുക എന്നതിലുപരി എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കുക. നന്നായി മനസ്സിലാക്കിക്കൊണ്ട് വായിക്കാം. ടോപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദ മോറൽ ഓർ ദ തീം. അതായത് ടോപ്പ് ലെവൽ പ്രോ റീഡേഴ്സ് എന്താ ചെയ്യുക വെച്ചാൽ അതിൽ നിന്നുള്ള മോറൽ, അതിൻ്റെ തീമൊക്കെ മനസ്സിലാക്കും. നോട്ട് ജസ്റ്റ് സ്റ്റോറി ലൈൻ. അതിൻ്റെ സ്റ്റോറി ലൈൻ മാത്രമല്ല, ഒരു കഥ പറയാൻ പറഞ്ഞാൽ കഥ പറയും, പക്ഷേ ആ കഥയിലുള്ള ഉള്ളടക്കം എന്താണ്, എന്തുകൊണ്ട് ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പഠിക്കാൻ വന്നു എന്നുള്ളത് മീൻസ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഹെൽപ്പ് ദം ഫ്രെയിം ബെറ്റർ ആൻസേഴ്സ് ഇൻ ദെയർ ഓൺ വേർഡ്സ്. അപ്പോൾ അവരെന്താക്കാം, നമ്മുടെ ബെറ്റർ ആൻസേഴ്സ് ഒക്കെ, നല്ല നല്ല ആൻസേഴ്സ് ഒക്കെ പിന്നെ ഹെൽപ്പ് ദം ഫ്രെയിം ബെറ്റർ ആൻസേഴ്സ് ഇൻ ദെയർ ഓൺ വേർഡ്സ്. അവരുടെ അതായത് സ്വന്തം വേർഡ്സിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഗൈഡുകളും അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള മീൻസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിൻ്റേതായിട്ടുള്ള ആൻസർ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുക, നമ്മൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് അവരിതെടുക്കാം, ആൻസർ നമ്മളതായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു നമ്മുടെ ചാപ്റ്റർ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നോ യുവർ ബുക്ക് എന്നുള്ളത്. ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷം നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്രാവശ്യം നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾ യൂട്യൂബിൽ കിട്ടുന്നുണ്ടായിരിക്കും. നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓൾറെഡി യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ല പറയാൻ വന്നത്, ഈ ചാപ്റ്റേഴ്സൊക്കെ പിന്നെ മീൻസ് ആക്ച്വലി ടെക്സ്റ്റിൻ്റെ പേരുകളൊക്കെ ഓൾഡ് ആണ്, കഴിഞ്ഞ വർഷമുള്ളതാണ്. സോ ഇത് ഇപ്രാവശ്യം ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേര് ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ജനറൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് റീഡിങ് സെറ്റാക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞുള്ളത്. നെക്സ്റ്റ് കുറച്ച് എൻ്റെ കുറിച്ച് തീരാൻ പോവാണ്. പ്രാക്ടീസ് റൈറ്റിംഗ് ആൻസേഴ്സ്. ആൻസർ എഴുതിക്കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് 3 to 5 മാർക്ക് ക്വസ്റ്റ്യൻസ് റെഗുലർ. ഇടയ്ക്കിടയ്ക്ക് 3 മുതൽ 5 വരെ മാർക്കുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളൊക്കെ എഴുതി നോക്കുക. കീവേഡുകൾ, സ്ട്രക്ചർ, ക്ലാരിറ്റി ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻഡ് ഡിസ്കസ് ഇൻ ഇംഗ്ലീഷ് വിത്ത് ഫ്രണ്ട്സ് ഓർ ടീച്ചേഴ്സ്. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുക. ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ എന്ത് കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും അത് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് അപ്പോൾ ആരും നിങ്ങൾ എന്താക്കില്ല, നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ ആരും ഉണ്ടായിരിക്കില്ല. ടീച്ചറും ഫ്രണ്ട്സും എല്ലാം ഉണ്ടാവുള്ളൂ. മീൻസ് ആക്ച്വലി അവരുടെ അടുത്ത് എന്തായാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് പുറമേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരാളോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് എവിടെ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്കൂളിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്കൂളിനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാം ടു ബിൽഡ് അവർ കോൺഫിഡൻസ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ ഗൈസ്, ഓക്കെ. ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ടോൺ. നമുക്കൊരു ചാപ്റ്റർ നമ്മളെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ നമ്മളെ ടീച്ചേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചാപ്റ്ററിൻ്റെ ടോൺ ഏതാണ്, ആ ചാപ്റ്റർ ഏത് ജോണറിലാണ് വരുന്നത്. നമുക്കൊരു ഫിലിം ആണെങ്കിൽ അത് ടെക്നിക്കൽ ഫിലിമാണ്, ടെക്നോളജി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫിലിമാണ്, അല്ലെങ്കിൽ അത് ഹൊറർ ഫിലിമാണ്, അല്ലെങ്കിൽ സ്പോർട്സ് ഫിലിമാണ്, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ട് മീൻസ് പിന്നെ ഒരു ഫീൽ ഗുഡാണ്. അങ്ങനെ നമ്മൾ പിന്നെ വേർതിരിക്കാറില്ലേ? അതുപോലെ ഇങ്ങനെ ഒരു ചാപ്റ്റർ ഏത് ചാപ്റ്ററാണെന്നുള്ളത് പൊതുവേ കൺഫ്യൂഷൻ ആയിരിക്കും. ഏത് ജോണറിൽ പെടുത്തണം, ഏത് സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തണം, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ബൈ ഡിസ്കഷൻ. നിങ്ങൾ ടീച്ചേഴ്സിനോട് ഡിസ്കസ് ചെയ്യുക. ഡിസ്കഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ, ആ ഡിസ്കസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഫ്ലുവൻസ് ഇമ്പ്രൂവ് ചെയ്യുക. ക്യാൻ ഫോം എ സ്മോൾ ഇംഗ്ലീഷ് ക്ലബ് ഓർ ഗ്രൂപ്പ് ഫോർ ഡിസ്കഷൻ. ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് ഓൾറെഡി നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ ചാപ്റ്റർ പറഞ്ഞിട്ട് കാര്യങ്ങൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റീഡിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു പേരിടാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഓൾറെഡി വാട്സപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന മെറ്റീരിയലൊക്കെ അതിലിടാം. അതിൽ ഇംഗ്ലീഷിൽ ഡിസ്കഷൻ വെക്കാം. അതിൽ വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാൻ പഠിക്കും. ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ വോയിസ് ഇട്ടുകൊണ്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു ലേറ്റസ്റ്റ് ആയിട്ട് ChatGPT ഓൺ ചെയ്യുക. പിന്നെ എന്നിട്ട്
നമുക്ക് എന്താക്കാം, ഇംഗ്ലീഷിൽ സംസാരിക്കാം. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം. പിന്നെ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ അത് റിപ്ലൈ തരും. അതിൽ ഐ തിങ്ക് മലയാളം കുറച്ചുകൂടി കമ്പാറ്റബിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ജെമിനായി ആണെന്ന് തോന്നുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പിന്നെ സ്പീക്കിംഗ് മോഡ് എടുത്തുകൊണ്ട് പറയാൻ പറ്റും, യു ഹാവ് ടു കറക്റ്റ് മീ വെനെവർ ഐ എം മേക്കിംഗ് എ മിസ്റ്റേക്ക് എന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിലുള്ള മിസ്റ്റേക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. ദാറ്റ്സ് ഗോണ ബി എ ഗ്രേറ്റ് ഐഡിയ. പിന്നെ ഒരു കാര്യം, യൂസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഏതാ വാച്ച് അനിമേറ്റഡ് സമ്മറീസ് ഓർ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും, അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഹെൽപ്സ് ഇൻ റിമെമ്പറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ. ചിലപ്പോൾ ഒരു ചാപ്റ്റർ മൊത്തം ഒരു വീഡിയോ ഉണ്ട്, മീൻസ് ആക്ച്വലി ഒരു സ്റ്റോറിയാണ്, ആ സ്റ്റോറിൻ്റെ ഒരു അനിമേറ്റഡ് വീഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ഉണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേക്ക് എ ടൈം ടേബിൾ. ഇതിനൊക്കെ വേണ്ടിയിട്ട് സമയം നമ്മൾ എന്താക്കുക, ടൈം ടേബിൾ കണ്ടെത്തുക. കാരണം ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം മുഴുവൻ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് മറ്റ് സബ്ജക്റ്റുകളുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ട്. ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കാം. ആൻഡ് കീപ് ഷോർട്ട് റീഡിങ് സെഷൻ ഡെയിലി. ഒരു ദിവസം ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ വേണമെന്ന് പറയില്ല, അരമണിക്കൂർ ഞാൻ പറയുന്നുള്ളൂ. ഐ സജസ്റ്റ് ഓൺലി 30 minutes. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കുക, അതിന് അധികം പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പിന്നെ റിറ്റൻഷൻ റേറ്റ് അനുസരിച്ച് ചില ആൾക്കാരുടെ ആ ഒരു ഫോക്കസ് പോകുന്ന ഒരു മിനിറ്റ് ഉണ്ട്. ഒരു 20 മിനിറ്റാണ് പൊതുവെ കുട്ടികളുടെ ഒരു ഫോക്കസ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു അരമണിക്കൂർ പറഞ്ഞത്. അതിലധികം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ സുഖമായിട്ട് നമ്മളിരുന്ന് വായിക്കുകയൊക്കെ ചെയ്തോളും. ബട്ട് ഇത് നമ്മുടെ ചാപ്റ്റർ ആയതുകൊണ്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് വായിക്കാൻ ശ്രമിക്കുക. റിവൈസ് ഫ്രീക്വൻ്റ്ലി. അതിലധികമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ കേട്ടോ. ഓക്കെ, റിവൈസ് ഫ്രീക്വൻ്റ്ലി ഇൻസ്റ്റെഡ് ഓഫ് ക്രാമിങ് ബിഫോർ ദ എക്സാം. എക്സാമിൻ്റെ തലേന്ന് വലിച്ചു വാരി വായിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ റിവൈസ് ചെയ്യാം. നമ്മളെ നോട്ട്സ് വെച്ച് റിവൈസ് ചെയ്യാൻ പറ്റും. കിട്ടുന്ന സമയത്തൊക്കെ റിവൈസ് ചെയ്തുകൊണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗോണ ബി ദ ടോപ്പർ. പിന്നെ ഒരു കാര്യം, ലാസ്റ്റ് പോയിന്റ്, റീഡ് ബിയോണ്ട് ദ ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിക്കരുത്. നിങ്ങൾക്കൊരു പ്രോ ആവണോ, ടോപ്പർ ആവണോ, ദെൻ യു ഹാവ് ടു റീഡ് ബിയോണ്ട് ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഷോർട്ട് സ്റ്റോറീസ്, മറ്റ് ഷോർട്ട് സ്റ്റോറീസ്, ആർട്ടിക്കിൾസ്. ഐ ഓൾവേസ് സജസ്റ്റ് ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കണം, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് വായിക്കാം, ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ്. ഐ സജസ്റ്റ് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ആർട്ടിക്കിൾസ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പക്ഷെ മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് വായിച്ച് ഈവൻ വിത്തൗട്ട് ഹാവിങ് എ ഡിക്ഷണറി നിങ്ങൾ വായിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ ഓൾറെഡി ഇൻ ദ ടോപ്പർ ലിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹെൽപ്സ് ബിൽഡിങ്. അതെന്ത് സഹായിക്കും? നമ്മുടെ ലാംഗ്വേജ് സ്കില്ല്, കോംപ്രിഹെൻഷൻ ആൻഡ് സ്പീഡൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ സഹായിക്കും. പിന്നെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡിങ് ഇംഗ്ലീഷ് ലൈക്ക് എ ടോപ്പർ ഈസ് നോട്ട് അബൌട്ട് റീഡിങ് മോർ. ധാരാളം വായിക്കുക എന്നുള്ളതല്ല റീഡിങ് ലൈക്ക് എ ടോപ്പർ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൺലി ബട്ട് റീഡിങ് സ്മാർട്ട്ലി വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലാക്കിയിട്ട് കുറച്ച് വായിക്കുന്നത് ഇസ് ബെറ്റർ ദാൻ റീഡിങ് മോർ. ഓക്കെ, സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുക. ആൻഡ് കൺസിസ്റ്റൻസി, അതായത് ഡെയിലി നിങ്ങൾ 5 മിനിറ്റ് വായിക്കുന്നതും 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വായിക്കുന്നതും ഒരു ദിവസം 1 മണിക്കൂർ വായിക്കുന്നതും ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക? ഡെയിലി 5 മിനിറ്റോ 10 മിനിറ്റോ വായിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. ഒരു ദിവസം വാരി വലിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ അങ്ങോട്ട് വായിക്കുന്നതിനേക്കാൾ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുക ഡെയിലി നിങ്ങൾ ഒരു ദിവസം മുടങ്ങാതെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ വായിക്കുന്നതാണ്. ദാറ്റ്സ് കുഡ് ബി ബെറ്റർ. അതായത് കൺസിസ്റ്റൻസി വേണം, സ്ഥിരത ഉണ്ടായിരിക്കണം. With the daily habits and the right techniques, you can score high and enjoy English too. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കോ, എന്താ വെച്ച് കഴിഞ്ഞാൽ you can score high മാത്രമല്ല enjoy English too. If you would like to enjoy English language, habibi, come to Xylem. അതിന് തന്നെയാണ് യോദ്ധ ബാച്ച് നിങ്ങൾക്കുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ യോദ്ധ ബാച്ചിൽ ആക്ച്വലി ബ്രിഡ്ജ് കോഴ്സുകളും പുതിയ സിലബസിലുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എടുത്ത് തുടങ്ങുകയാണ്. സെറ്റാക്കാണ്, പവറാണ്, പുതിയ സിലബസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയാക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം, നിങ്ങളുടെ പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, ഇത് യൂസ്ഫുൾ ആണോ, ഇത് അപ്ലിക്കബിൾ ആണോ എന്നതിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നതിനെ പറ്റിയും കമൻറ്റ് ചെയ്യുക. മൈ നെയിം ഈസ് Jamshad Ali. You can always call me JD. Okay, JD is my short name. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാൻ വേണ്ടി തന്നെ ഇറ്റ്സ് ബൈ. താങ്ക് യു. നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ മുഴുവൻ ഫ്രണ്ട്സിനേക്കും HCBSലെ ഫ്രണ്ട്സിന് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അവരോടും കാണാൻ പറയാം. അവരുടെ റീഡിങ്ങും അവരും ആ ഒരു ഇംഗ്ലീഷിൽ ടോപ്പർ ആവട്ടെ. സെറ്റാക്കാം. സ്റ്റേ ട്യൂൺ. ബൈ.